സ്നേഹിത, സമയം കളയാണ്ട് നല്ല കുട്ടികളുടെ ഫോട്ടോസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്ക്. ഓ, ഇത്ര ചെറുപ്പക്കാരികൾ വേണ്ട. ഇത് റിസ്കാ, ഭയങ്കര റിസ്കാ. റിസ്ക്? ആ, ഇവരുടെയൊക്കെ വീട്ടിൽ പണ്ട് ഞാൻ കല്യാണാലോചനയായിട്ട് ചെന്നിട്ടുണ്ടാവും ഇവരുടെ അമ്മമാരെ ആലോചിക്കാൻ. ഓ, അത് മറന്നു. ഇതെങ്ങനെ? ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ, ഞാനില്ല. ഇതേതാ കുട്ടി? ഭാഗ്യലക്ഷ്മി, ആർട്സ് കോളേജിലെ ഹിസ്റ്ററി ലെക്ചറാണ്. പക്ഷെ നാരായണനെ പോലെയല്ല. മുൻപ് അവര് കല്യാണം കഴിച്ചിട്ടേ ഇല്ല. എന്നാലും ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് അവരെ മീറ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ 1-2 ദിവസത്തിനകം ഞാൻ ചെയ്യാം. ഓ, 2 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നീണ്ട കാലയളവല്ലടോ. അതുകൊണ്ട് നീ ആ കുട്ടിയുടെ പ്രിന്റ് ഔട്ട് എടുത്തിങ്ങെടുത്താ ഇന്ന് തന്നെ ഞാൻ നേരിട്ട് ചെന്ന് ആ കുട്ടിയെ മീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ടോ കുട്ടി? എങ്ങനെ ഉണ്ടെങ്കിലും ഇനി തന്റെ കൂടെ ഈ പണിക്ക് ഞാനില്ല. അങ്ങനെ വാശി പിടിക്കില്ലേ മേന്നെ? ഞാനൊന്ന് പറയട്ടെ, ഇനി കല്യാണാലോചന എന്ന് പറഞ്ഞ് മേന്നെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഇത് ലാസ്റ്റാ. ആ കൈ ഇങ്ങോട്ട് തന്നെ. സത്യം ചെയ്യാനാ? ഇല്ല. ഹൈ മേന്നെ, എന്റെ കൈമ മാവായിക്കോട്ടെ, എനിക്ക് സത്യം ചെയ്യാനാ. അതുകൊണ്ടല്ല, ഇത് ലാസ്റ്റാ എത്ര പ്രാവശ്യം താൻ എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ തവണത്തെ പോലെ കുഴപ്പമുണ്ടാവും പേടിച്ചിട്ടാണോ? പേടിക്കണ്ട. ദേ, ഈ കുട്ടിയുടെ നാള്, പേര് എന്ന് വേണ്ട എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട്. ഈ ഫോട്ടോ നോക്കി ഞാൻ കുട്ടിയെ തിരിച്ചറിയുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നു, താൻ സംസാരിക്കുന്നു. എനിക്കിതാ മനസ്സിലാകാത്തത്. എടോ, തനിക്ക് ഇഷ്ടപ്പെട്ട താൻ സംസാരിച്ചാ പോരെ? പോരാ. അതാ, ഒരു മണവാളൻ എന്ന് പറയുമ്പോ അതിൻ്റെതായ ഓരോ അടക്കവും ഒതുക്കവും ഒരു നാണമൊക്കെ വേണ്ട. ഉള്ളത് പറയാലോ, എനിക്ക് നേരിട്ട് സംസാരിക്കാൻ ഇത്തിരി വൈക്ലഭ്യമുണ്ട്. മേനോൻ ഒരു കാരണസ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒതുക്കി എന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്നാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നാളെ രജിസ്റ്റർ. ഓ, അപ്പൊ രജിസ്റ്റർ മാരേജ് ആണ്. ആരെയും വിളിക്കുന്നില്ലേ? എനിക്ക് വേറെ ആരെ വിളിക്കാനുള്ളത്? അവരെ വിളിക്കുന്നില്ലേ? തന്റെ മക്കളെ വിളിക്കാൻ ഞാൻ ഇനി അവിടെ ചെന്ന് കുമ്പിടണോ? അതല്ല, പിന്നെ ആ പെണ്ണും പിള്ള വിളിക്കുന്നില്ലെന്ന്. ഏത് പെണ്ണും പിള്ള? തന്റെ ആദ്യത്തെ ഭാര്യ സിംഗപ്പൂര്. അവരെ ഒരു കല്യാണത്തിന് ഞാൻ വിളിച്ചതാണല്ലോ. ഏത് കല്യാണത്തിന്? ഞാനും അവരും തമ്മിലുള്ള കല്യാണത്തിന്. ആ ശവത്തിന്റെ കാര്യം ഇവിടെ മിണ്ടരുന്ന് തന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ആ പിശാചിനെ എന്തിനാ ഇവിടെ വലിച്ചടിച്ചുകൊണ്ടിരുന്നേ? താൻ വന്ന് നീ വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട. എന്താണോ പേര്? മേനോൻ. എന്റെ പേര് നാരായണൻ. തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. വെറും മേനോനാ? അല്ല, കൃഷ്ണൻകുട്ടി മേനോൻ. തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പറയരുതെന്നല്ലേ മേഡം പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ അയാളുടെ പേര് പറഞ്ഞത്. എന്റെ പേര് വേണമെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ. അയ്യോ, കുറെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താനാണോ സർക്കസ് മാനേരോ? തന്റെ വട്ട പൊട്ടും സ്യൂട്ടും അഴിടോ, അഴി ഊരത് അഴിക്കേ. കൃഷ്ണൻകുട്ടി മേനോൻ. ലീലാമ എഴുതിക്കോ, കൃഷ്ണൻകുട്ടി മേനോൻ. പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്? എന്താണ് കാണിക്കുന്നേ? ഇടോ. അല്ല, മേഡം പറഞ്ഞില്ലേ ഇതായിരിക്കും. തന്നോട് ഞാൻ പാന്റ് ഇടാൻ പറഞ്ഞോ? ഇടോ അത്. വൃത്തികെട്ട. ഞാൻ എന്താ ചോദിച്ചേ? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. അമ്മൂമ്മയുടെ ഒരു ഉത്തരം തന്നോട് ഞാൻ ചോദിച്ചോടോ. ഈ കപ്പ എവിടുന്ന് കിട്ടിയത്? താനോ? ഞാൻ ബാച്ചിലറാ. കല്യാണം കഴിച്ചിട്ടില്ല? എന്താ കല്യാണം കഴിച്ചിട്ടില്ലേന്ന്? കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണോ ബാച്ചിലർ ആകുന്നത്? വൈഫ് എന്നെ ഉപേക്ഷിച്ചു പോയി, അപ്പൊ ഞാൻ അവരെ ഡൈവേഴ്സ് ചെയ്തു. മിടുക്കൻ. കുട്ടികൾ? അതിനുള്ള ടൈം കിട്ടില്ല, അപ്പോഴേക്കും അവര് പോയില്ലേ. ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട എന്നിട്ട് ഇപ്പൊ അവരെവിടെ? എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും. മനസ്സിലായി. ഞാൻ തന്റെ കൂടില്ല. താനീ ഫോട്ടോ നോക്ക്, എന്നിട്ട് പറ. ദേ, ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ ശല്യപ്പെടുത്തില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല. ആ ചെറുക്കൻ അറിഞ്ഞ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. ഒരു ആത്മാർത്ഥമുള്ള കൂട്ടുകാരനോട് ഇങ്ങനെയൊക്കെയുള്ള താൻ ആ റെസ്റ്റോറന്റ് ഇരിക്കും. അവന്റെ കണ്ണ് പിടിച്ചാൽ വരാൻ പറ്റുമോ നോക്കട്ടെ. അതെ, താമസിക്കരുത്. കുട്ടി എങ്ങനെയുണ്ട് നോക്കി. ഈ കലാപരിപാടി ഒരു ദിവസം ഞാൻ എന്റെ മുതലാളിയുടെ ശ്രദ്ധപ്പെടുത്തും. അന്ന് നിന്റെ വീട്ടിൽ ഞാൻ തീ വെക്കും. ഹലോ ഹലോ. താനാ? തന്നോട് ഞാൻ ഇനി സംസാരിക്കുന്ന പ്രശ്നമില്ല. താൻ എന്റെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ എന്നെയും എന്റെ അച്ഛനെ വിളിച്ച് തോന്നിയസം പറയല്ല, നേരിട്ട് വരെ വേണ്ടത്. അയ്യോ, അപ്പൊ ഇന്നലെ അത്ര ഞാൻ അച്ഛനെ വിളിച്ചത് തെറ്റായി പോയോ? സോറി പവി. എടി കള്ളി, പെരുങ്കള്ളി. നീ ആണാണെങ്കിൽ അല്ല പെണ്ണാണെങ്കിൽ മര്യാദയ്ക്ക് മുമ്പിലേക്ക് വാടി. നിന്റെ ആണപ്പല്ലി ഞാൻ ഇളക്കി തരാം. ധൈര്യം ഉണ്ട് ഈ വാടി മുമ്പിലേക്ക്. അപ്പോ എന്നെ കാണാൻ വലിയ കൊതിയായി അല്ലേ? കൊതി നിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പനാടി.
നേരിട്ട് വന്ന പൊളിയൂല നിന്റെ കള്ളക്കളി. ഡോർ ഡെലിവറി അക്കൗണ്ട്സ് ഇതുവരെ സാർ വെരിഫൈ ചെയ്തില്ല. ആരെ? സാർ ഇവിടെ. ആ ഹലോ. എന്താ ഒന്നും മിണ്ടാത്തെ? ആ ഇവിടെ കുറച്ച് തിരക്കാ. പിന്നെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ, തനിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നിടത്ത് വരണം. വരുവോ? എവിടെ? വരുമോ ഇല്ലയോന്ന് പറ പ്ലീസ്. നേരിട്ട് കാണാൻ ഞാനല്ലേ ആവശ്യപ്പെട്ടത്. എങ്കിൽ സുഭാഷ് പാർക്കിൽ ഒരര മണിക്കൂറിനുള്ളിൽ എത്തണം. എന്താ, സമ്മതിച്ചോ? ഏത് നരകത്തിലാണെങ്കിലും സമ്മതിച്ചടി പുല്ലേ. നീയും ആണുങ്ങളുടെ കൈന്റെ ചൂടറിഞ്ഞിണ്ടാവില്ല. ഇന്നേൻ അറിയിച്ചാരടി കള്ളി പൂങ്കുയിലേ. ഇനി നിന്റെ ഒന്നും ഒരാവശ്യമില്ലടി. തന്റെ ജാതകം ഇപ്പോഴാണ് തെളിഞ്ഞത്. പവി വാണം വിട്ടുപോലെ എങ്ങോട്ട് പോകുന്നു കണ്ടു. താനല്ലേ പറഞ്ഞേ എനിക്ക് വയസ്സായി, സൗന്ദര്യമില്ല, പെണ്ണ് കിട്ടില്ല എന്നൊക്കെ. ദേ നല്ല കിളി പോലത്തെ ഒരു സുന്ദരി പെണ്ണ് ഇന്ന് എന്റെ ചൂണ്ടയിൽ കൊത്തി. അപ്പൊ ഇതിനെ കാണാൻ പോട്ടെ. ഈ വയസ്സിൽ തള്ളനെ തല്ലിക്കൊന്നു വല്ല അച്ചാറുണ്ടാക്കി വിക്കടോ. ചലോ സുഭാഷ് പാർക്ക്, കം ഓൺ. യെസ് കം ഓൺ. ശരി മെന്നെ. ദേ പുതിയ കുട്ടിയുടെ ഫോട്ടോ എങ്ങനെയുണ്ട്? കാണോ? ഞാൻ പിന്നെ വരാം. അല്ല ഒന്നേ, അങ്കിളിനെയും കൂടി കാണാനാ ഞങ്ങൾ വന്നത്. എന്താ വിശേഷം? ഇവളുടെ കല്യാണ കൊടുക്ക. അച്ഛന്റെയും പവിയുടെയും കൂടെ അങ്കിളും കല്യാണത്തിന് വരണം. അതൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. അച്ഛാ എന്നാ ഞങ്ങൾ ശരി ശരി ശരി. അങ്കിളിനെ പ്രതീക്ഷിക്കണ്ട. അതെന്താ? ഞാൻ ഈയിടെയായിട്ട് കല്യാണം കൂടാൻ അങ്ങനെ പോവാറില്ല. താലി കെട്ടുന്നുള്ള കർമ്മം കാണാനുള്ള ശക്തി തൽക്കാലം എനിക്കില്ല. അതല്ലേ ഓലകുടി മാറാത്ത കുട്ടികളുടെ വരെ കല്യാണം കഴിഞ്ഞു തുടങ്ങി. നീ ഇങ്ങനെ മൂത്ത് അരച്ച് ചാവ് തന്നെയുള്ളൂ പണ്ടാറടങ്ങാൻ. എന്താടോ മേന്നെ, പെണ്ണ് കാണാൻ ചെന്നപ്പോ പെണ്ണ് ഇരട്ട പറ്റൂന്ന് കേട്ട പോലെ നിക്കണേ. ഇയാളുടെ ഓഡിയോ സിസ്റ്റം തകരാറിലായോ? മേന്നെ എടോ മേന്നെ, എന്റെ മേന്നെ താഴെ ചാകരയാടോ ചാകര. 30, 35, 38 റേഞ്ചുള്ള കുട്ടികള് വണ്ടി കണക്കിന് വന്നങ്ങടെ ഇറങ്ങല്ലേ. ഒന്ന് കൂട്ടുവാടോ മേന്നെ. തനിക്കറിയാലോ ഞാൻ കല്യാണം കൂടാനും സദ്യ ഉണ്ണാനും ഒന്നും വന്നതല്ലെന്ന്. എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ശീവേലി കിടന്നിട്ട് ഒന്ന് അർമാദിക്കണം. താവാ. എന്താ തനിക്ക് പറ്റിയേ? വന്നപ്പോ ഉള്ള ഉഷാർ അങ്ങോട്ട് കാണാനില്ലല്ലോ. ദേ നല്ല നാടൻ അന്തിക്കള്ള് ഇവിടെ കിട്ടും. അത് 2 ഗ്ലാസ് അങ്ങോട്ട് അടിക്കുക, എന്നിട്ട് താഴ്ത്തിക്ക് ഇറങ്ങുക. നല്ല സ്ത്രീകളുടെ ഇന്ന് കുട്ടികളെ ഇങ്ങോട്ട് വാങ്ങുക, നല്ല സ്ത്രീകൾക്ക് കുട്ടികളെ അങ്ങോട്ട് കൊടുക്കുക വാങ്ങുക, കൊടുക്കുക വാങ്ങുക. ഇങ്ങനെ അർമാദിച്ച് ഒരു സ്പർശന സുഖം, ഒരു ടച്ചിങ്സ്. അപ്പൊ ഞാൻ പോയിട്ട് കള്ളും ബാക്കി കാര്യങ്ങളും സംഘടിപ്പിച്ചിട്ട് പിന്നീട് വരാം. ആരും ഒന്നും സംഘടിപ്പിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. പവി, തറവാട്ടിലതൊന്നും പതിവില്ലാത്തതാ. പിന്നെ നിങ്ങൾ എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ, അപ്പൊ പിന്നെ ഞാൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. പിന്നെ ഇത് മുഴുവൻ എടുത്ത് വിഴുങ്ങി അടിച്ച് വീലായി തലയും കുത്തി എന്ന് വാള് വെക്കാൻ നോക്കരുത്. നീ പേടിക്കണ്ട, നിന്റെ അച്ഛൻ ഓവറാവാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ നാരായണേട്ടന്റെ കാര്യം പറഞ്ഞേ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. വീട്ടിലെല്ലാരും കൂടെ ഒന്നിച്ചു കൂടിയതല്ലേ, അപ്പൊ രാത്രി മുഴുവൻ പാട്ടും കൂത്തും മേളം ഒക്കെ ഉണ്ടാവും. എപ്പോഴാച്ചാ താഴേക്ക് വരാം. പെട്ടെന്ന് എഴുന്നള്ളണേ. നെറ്റിപ്പട്ടം കെട്ടണേ. മെന്നെ നമ്മള് മനസ്സിൽ കണ്ടപ്പോഴേക്കും അവള് മരത്തിൽ കണ്ടു. താൻ എത്രയും വേഗം തന്റെ മോനെ കൊണ്ട് ആ പെണ്ണിനെ അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കേ. വേറൊന്നിനുമല്ല, ഇങ്ങനൊരു പെണ്ണിനെ മരുമോളായി കിട്ടിയാൽ എനിക്ക് വല്ലപ്പോഴും തന്റെ വീട്ടിൽ വന്ന് 2 വീശാലോ. എന്നാ പിന്നെ ഞാൻ സമയം കളയാണ്ട് വെള്ളവും ഗ്ലാസും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാം. ദേ എനിക്കിന്ന് നന്നായിട്ട് കുട്ടിച്ച് ഇങ്ങോട്ട് അർമാദിക്കണം. എവിടെ ബാത്റൂം? വേറൊന്നുമില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഛർദിക്കാനാ. ഇന്ന് ഞാൻ ഛർദിച്ച് ഇവിടെ കൊള്ളാക്കുന്നു. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോടോ കഴുതേ? എടാ എസ്റ്റീം എന്ന് പറഞ്ഞാൽ അതൊരു കാറിന്റെ പേരല്ലേ? അതെ. അതെന്തിനാ കല്യാണക്കുറിയിൽ അടിക്കണേ? വി സോളിസിറ്റ് യുവർ എസ്റ്റീംഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പൊ പിന്നെ അത് മലയാളത്തിൽ അടിച്ചാ പോരെ? അത് ഇംഗ്ലീഷിൽ തന്നെ വേണമെന്ന് ഗിരിജക്ക് വലിയ നിർബന്ധം. നമ്മൾ സായിപ്പ്മാരെ ഒന്നല്ലോ ക്ഷണിക്കണത്, മലയാളത്തിൽ അടിച്ചാൽ മതി.